നിങ്ങൾ ടീഷർട്ട് ഇടുമ്പോൾ ടീഷർട്ടിന്റെ സ്ലീവ് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ണമില്ല പക്ഷേ വയറിന്റെ ഭാഗം കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കണം. ഇതിനർത്ഥം നിങ്ങൾ ഒരു സ്കിന്നി ഫാറ്റ് പേഴ്സൺ ആണെന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാറ്റ് ബേൺ ചെയ്യാനല്ല, മസിൽ ഗ്രോത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോമ്പൗണ്ട് എക്സസൈസുകൾ പ്രോഗ്രസീവ് ഓവർലോഡ് ആക്കി ചെയ്യുക എന്നതാണ്. കോമ്പൗണ്ട് എക്സസൈസുകൾ അത് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാർബൽ സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്, പുള്ളപ്സ്, ബാർബൽ റോസ്, ഓവർ ഹെഡ് പ്രസ്സസ്. ഈ പറയുന്ന എക്സസൈസുകളെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ ആഴ്ചയിൽ വെയിറ്റ് കൂട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം അപ്പർ ബോഡിക്കും 2 പ്രാവശ്യം ലോവർ ബോഡിക്കും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും വെയിറ്റ് കൂട്ടി ചെയ്യണം. പക്ഷെ അത് എങ്ങനെ എന്നുള്ള കാര്യത്തെ പറ്റി അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കാൻ കുറവായിരിക്കും. അതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റെപ്പിറ്റേഷൻ 6 to 9 ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്ന വെയിറ്റ് അത് മാക്സിമം വെച്ച് 6 റെപ്പിറ്റേഷനിൽ തുടങ്ങുക. അത് നിങ്ങൾ കൂട്ടി 9 വരെ റെപ്പിറ്റേഷൻ വരെ എത്തിച്ച് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രാവശ്യവും 2.5 മുതൽ 5 കിലോഗ്രാം വെയിറ്റ് കൂട്ടി ചെയ്യുവാൻ ശ്രമിക്കുക. ഈ സന്ദർഭത്തിൽ നിങ്ങൾ വെയിറ്റ് കൂട്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ റെപ്പിറ്റേഷൻ ചെയ്യൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിനിമം 6 ചെയ്ത് തുടങ്ങുക. ആ വെയിറ്റ് 6, 7, 8, 9 റെപ്പിറ്റേഷനിൽ വീണ്ടും നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നു കണ്ടാൽ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി 2.5 മുതൽ 5 കിലോഗ്രാം വരെ കൂട്ടി ചെയ്തു പോവുക. ഈ പ്രോസസ് നിങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബോഡി നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ വർക്കൗട്ടിന്റെ ലെവൽ കൂട്ടാവുന്നതാണ്. ആദ്യത്തെ 3 ആഴ്ച ഉയർത്താൻ കഴിയുന്ന മാക്സിമം വെയിറ്റ് ഹൈ റെപ്പ് റേഞ്ചിൽ 10 മുതൽ 12 റെപ്പിറ്റേഷൻ ചെയ്യുക. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്ന വെയിറ്റിന്റെ മാക്സിമം എടുത്ത് 6 റെപ്പിറ്റേഷൻ ചെയ്യുവാൻ ശ്രമിക്കുക. ഇങ്ങനെ 3 ആഴ്ച തുടർച്ചയായിട്ട് ചെയ്തു പോവുക. അതിനുശേഷം നിങ്ങൾ ഉയർത്താൻ പറ്റുന്ന വെയിറ്റിന്റെ മാക്സിമം വെച്ച് 3 റെപ്പിറ്റേഷൻ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രോസസ്സ് 9 ആഴ്ച നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്ത ഹയസ്റ്റ് വെയിറ്റും അതിന്റെ റെപ്പിറ്റേഷനും നിങ്ങൾക്ക് ഇനി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന്. 10 മുതൽ 12 വരെ റേഞ്ച് ഉള്ള റെപ്പിറ്റേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ എൻഡ്യൂറൻസ് കൂട്ടുന്നതാണ്. 3 റെപ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടുകയും 3 മുതൽ 6 വരെ റേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽ എൻഡ്യൂറൻസും സ്ട്രെങ്ത്തും കൂട്ടുന്നു. ഈ വർക്കൗട്ട് പ്ലാൻ നിങ്ങളുടെ മസിൽ എൻഡ്യൂറൻസും സ്ട്രെങ്ത്തും കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബോഡി ഷേപ്പിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഫാറ്റ് കുറച്ച് നിങ്ങളുടെ ലീൻ മസിൽസ് വളർത്തുവാനാണ് ശ്രമിക്കേണ്ടത്. അതിന് നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറിയേക്കാൾ 10 to 15% കാലറീസ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ മെയിൻ്റനൻസ് കാലറീസ് 2500 ആണെങ്കിൽ അതിന് പകരം നിങ്ങൾ 2750 കാലറീസ് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അത് 10% കൂടുതലാണ്. അതിൽ നിങ്ങൾ 1.6 to 2 ഗ്രാം പ്രോട്ടീൻ പെർ ബോഡി വെയിറ്റ് കൂട്ടുവാൻ ശ്രമിക്കണം. നിങ്ങൾ അതിന്റെ കൂടെ തന്നെ 20 to 30% ഡയറ്ററി ഫാറ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ഈ ഫാറ്റ് എന്ന് പറയുന്നത് മിൽക്ക്, ചീസ്, ബട്ടർ ഇതാണ് നിങ്ങൾ കൂട്ടാൻ ശ്രമിക്കേണ്ടത്. ബാക്കി വരുന്ന കാലറീസ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് ആക്കി കഴിക്കുവാൻ ശ്രമിക്കുക. ഈ കാർബോഹൈഡ്രേറ്റ് ആണ് നിങ്ങളുടെ ശരീരത്തിൽ വർക്കൗട്ടിനുള്ള എനർജി തരുന്നത്. അതുകൊണ്ട് അവിടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കഴിക്കുന്നത് സർപ്ലസ് കലോറീസ് ആയ 2750 ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വേണ്ടത് 150 ഗ്രാം പ്രോട്ടീൻ ആണ്. 1 ഗ്രാം പ്രോട്ടീനിൽ 4 കലോറീസ് ആണ് ഉള്ളത്. അപ്പോൾ 150 ഗ്രാം പ്രോട്ടീൻ ആണെങ്കിൽ 600 കലോറീസ് ആണ് ഈ 2750 കലോറീസിൽ നിന്ന്. ഈ സർപ്ലസ് കലോറീസിൽ നിന്ന് ഈ എത്ര ഫാറ്റ് 20% മുതൽ 30% ഡയറ്ററി ഫാറ്റ് കഴിക്കണം എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന സർപ്ലസ് കലോറീസ്, അതായത് 2750 നമ്മൾ 20% മിനിമം ആണ് പറയുന്നത്. ആ 20% കണ്ടാൽ കിട്ടുന്നതാണ്. അത് എത്രയാണെന്ന് വെച്ചാൽ 550 കലോറീസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത്രയും ഫാറ്റ് നമ്മൾ കഴിച്ചിരിക്കണം. 1 ഗ്രാം ഫാറ്റിൽ നിന്ന് നമുക്ക് 9 കലോറീസ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ 550 കലോറീസ് ആണ് നമുക്ക് വേണ്ടത് ഫാറ്റിൽ നിന്ന്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 550 ഡിവൈഡഡ് ബൈ 9 61 ഗ്രാം ആണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന സർപ്ലസ് കലോറീസിൽ നിന്ന് 550 കലോറീസ് ഫാറ്റിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ തന്നെ 600 കലോറീസ് പ്രോട്ടീനിൽ നിന്ന് കിട്ടുന്നതും മൈനസ് ചെയ്താൽ നമുക്ക് 1600 കലോറീസ് ആണ് കഴിക്കേണ്ടത്. അത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ശരീരത്തിലേക്ക് എത്തിക്കണം. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉള്ളത് 4 കലോറീസ് ആണ്. അപ്പോൾ ഈ 1600 ഡിവൈഡഡ് ബൈ 400 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലേണ്ടത്. സർപ്ലസ് ആയിട്ട്
2750 കലോറീസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ കഴിക്കേണ്ടത് 61 ഗ്രാം ഫാറ്റും 400 ഗ്രാം കാർബ്സും 150 ഗ്രാം പ്രോട്ടീനുമാണ് കഴിക്കേണ്ടത്. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ബിൽഡിങ്ങിന് ഇത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ആദ്യത്തെ 12 ആഴ്ച നിങ്ങൾ 1ഉം 2ഉം സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ബോഡി ഫാറ്റ് കുറയ്ക്കാനുള്ള പ്രൊസീജിയറിലേക്ക് പോകും. അതാണ് 3ആം സ്റ്റെപ്പ്. ബോഡി ഫാറ്റ് കുറയ്ക്കുവാനുള്ള സ്റ്റെപ്പ് മിനിമം 4 മുതൽ 6 ആഴ്ച നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി ചെയ്യേണ്ടത് മെയിൻ്റനൻസ് കലോറീസിൽ നിന്ന് നമ്മൾ 10 to 20% കുറവാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തോന്നും ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് കൂടുതൽ കുറച്ചാൽ പോരെയെന്ന് തോന്നും. അത് നമ്മൾ ചെയ്ത പ്രക്രിയയെ വളരെയേറെ ബാധിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് പറയുന്നത് 10 മുതൽ 20% കുറവ് കലോറീസ് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാം. ഈ 10 to 20% എന്ന് പറയുന്നത് 250 to 600 ആണ് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാക്രോ ന്യൂട്രിയൻസ് ആയ കാർബ്സും പ്രോട്ടീനും ഫാറ്റും ആണ്. ഈ 3ഉം ആദ്യം പറഞ്ഞതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഡെഫിസിറ്റ് ഡയറ്റിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ വർക്കൗട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. പക്ഷേ ഈ സമയത്ത് നമ്മൾ കോമ്പൗണ്ട് എക്സസൈസുകൾ നമ്മൾ മാക്സിമം വെയിറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാവുന്ന വെയിറ്റ് ഇട്ട് വേണം വർക്കൗട്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഫുഡ് കൺസംഷൻ കുറയുന്നു. ആ സമയത്ത് വർക്കൗട്ടിന്റെ റെപ്പിറ്റേഷൻ കുറഞ്ഞാലും ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാതെ നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിമം 6 റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 6 റെപ്പിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ വെയിറ്റ് വെച്ചുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ വേണമെങ്കിൽ വെയിറ്റ് കുറച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലൈറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നടക്കുക. ഇത് നിങ്ങളുടെ കാലറീസ് ബേൺ ചെയ്യാൻ സഹായിക്കുന്നു. ആദ്യം നിങ്ങൾ 10% സർപ്ലസിലാണ് ചെയ്തിരുന്നത്. ആ സമയത്ത് കാർഡിയോ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അതിന് കാരണം മസിൽ ബിൽഡിങ്ങിനെ ബാധിക്കും. അതില്ലാതിരിക്കാനാണ് അത് പറയുന്നത്. കാലറി ഡെഫിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ ഇന്റൻസീവ് വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് മസിൽ മാസിനെ അത് ബാധിക്കുന്നതായിരിക്കും. മാത്രമല്ല മോഡറേറ്റ് ടു ഹൈ ഇന്റൻസിറ്റി കാർഡിയോ വർക്കൗട്ടിൽ നിങ്ങളുടെ എനർജി കൂടുതൽ ഉപയോഗിക്കപ്പെടുകയും അത് സ്ട്രെങ്ത്തിന് പോകേണ്ടതിന് പകരം ഇവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വാക്കിംഗ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് അല്ല. അതുകൊണ്ട് നമുക്ക് അധികം എനർജി വേസ്റ്റ് ആവുന്നില്ല. അതുപോലെ ഒരു ലൈറ്റ് ആക്ടിവിറ്റി കൂടിയാണ്. എങ്കിൽ നിങ്ങൾ എത്ര നടക്കണം? 3 മുതൽ 4 കിലോമീറ്റർ ഒരു ദിവസം നടന്നിരിക്കണം. സോ ഡിയർ വൺസ്, നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം സംഭവിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ഈ 4 സ്റ്റെപ്പും വീണ്ടും തുടർച്ചയായി ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്രോസസ്സ് നിങ്ങളുടെ മസിൽ ഗ്രോത്ത് കൂട്ടുകയും ഫാറ്റ് കുറയ്ക്കുകയും അതോടുകൂടി തന്നെ നിങ്ങളുടെ സ്കിന്നി ഫാറ്റ് കുറച്ച് മസിൽസോട് കൂടി ഉള്ള ആളായി മാറാൻ സഹായിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മസിൽ സോർ ഉണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും. അത് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക.